വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളിന്ന് കൂടിയിരിക്കുന്നത് സൊലസ് എന്ന സംഘടനയുടെ കൊച്ചി യൂണിറ്റ് ആരംഭിക്കുക എന്നൊരു മഹത് കർമ്മം നിർവഹിക്കാനാണ്. കഴിഞ്ഞ 6 കൊല്ലമായി തൃശ്ശൂരിൽ തൃശ്ശൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സൊലസ് എന്ന സംഘടന, സാന്ത്വനം എന്ന വാക്ക് കെയർ ആൻഡ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ വിത്ത് ലോങ് ടേം ഇൽനെസ്, ദീർഘകാല രോഗം മൂലം ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കും താങ്ങായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തൃശ്ശൂരിൽ 6 കൊല്ലം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് സൊലസ്. ഇന്ന് അത് കേരളത്തിൽ അറിയപ്പെടുന്നൊരു സംഘടനയായി വളർന്നു എന്നത് സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ്. അതിൻ്റെ ഒരു അറിയപ്പെടുന്ന സംഘടനയായി വളർന്നു എന്നത് അതിൻ്റെ അത്രയും അതിൽ ഭാഗമായിട്ടുള്ള ഓരോരുത്തരുടെയും നിസ്വാർത്ഥമായ സേവനം കൊണ്ടും, അതൊരു കുഞ്ഞുങ്ങളെ സഹായിക്കുന്നൊരു സംഘടന, വലിയ വലിയ രോഗങ്ങൾ വന്ന് വളരെ ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുന്നൊരു സംഘടനയായതുകൊണ്ട് കേരള മനസ്സ്, സമൂഹം അതിനെ അത്രമാത്രം നിലനിർത്തി എന്നതുകൊണ്ടും കൂടിയാണ് അത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു സംഘടനയായി വളർന്നത്. ദീർഘകാല രോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന ഒരു സൊലസിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാനൊരു 5 നിമിഷം സൊലസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കെയർ ആൻഡ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ വിത്ത് ലോങ് ടേം ഇൽനെസ്, ദീർഘകാല രോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാ തരത്തിലും താങ്ങും തുണയുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സൊലസ്. അത് ക്യാൻസർ മാത്രമല്ല, അതുപോലെ തന്നെ മാരകമായിട്ടുള്ള തലസേമിയ, നെഫ്രോട്ടിക് സിൻഡ്രം, സെറിബ്രൽ പാൾസി, സിക്കിൾ സെൽ അനീമിയ, അങ്ങനെ ഒരുപാട് ലൈഫ് ത്രെറ്റനിങ്, ജീവിതത്തിന് അപകടം വരുത്തുന്ന പോലെയുള്ള അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന സംഘടനയാണ്. അത് കുഞ്ഞുങ്ങളെ സഹായിച്ച് ഈ കുഞ്ഞുങ്ങളെല്ലാവരും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് പലരും സ്ഥിരമായി നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഈ കുട്ടികളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന്, ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. എന്നാലും നമ്മളുടെ മുന്നിൽ ഡെത്തൊക്കെ വളരെ കുറവ് തന്നെയാണ് ഉണ്ടാവാറുള്ളൂ. ബട്ട് ഈ സൊലസിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടന എന്നുള്ളിടത്ത് വേണമെങ്കിൽ ഒരു തിരുത്തി പറയാവുന്നതാണ്. സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, രക്ഷിക്കാൻ ശ്രമിക്കുന്ന അച്ഛനമ്മമാർക്ക് ഒപ്പം നിൽക്കുന്നു സൊലസ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയാലും ഇല്ലെങ്കിലും ആ അച്ഛനമ്മമാരുടെ ഒരു ശ്രമം, ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന ഒരു ശ്രമത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് സൊലസ്. നമ്മളിത് തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 2007 ആദ്യത്തെ അതിൻ്റെ പ്രോജക്റ്റായിട്ട് ചെയ്തത് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ലുക്കേമിയ വാർഡിനോട് ചേർന്ന്, അങ്ങനെ സ്കൂളിൻ്റെ മുറ്റവും വീടിൻ്റെ മുറ്റവും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു ഗ്ലാസ് വാതിൽ കൊണ്ട് അടഞ്ഞ് ഇൻഫെക്ഷനൊന്നുമില്ലാതെ ഐസൊലേഷൻ വാർഡിൻ്റെ അവർക്ക് വാർഡിലേക്ക് ഒതുങ്ങപ്പെടുന്ന കുട്ടികൾക്ക്, അവരുടെ ജീവിതത്തിൽ അവരുടെ സ്കൂളിൻ്റെ മുറ്റവും വീടിൻ്റെ മുറ്റവും ഒക്കെ നഷ്ടമാവുന്ന കുട്ടികൾക്ക് അതിന് കോമ്പൻസേഷനായി, അവർക്ക് അതിൻ്റെ ഒരു വിടവ് നികത്താനായി ഒരു പ്ലേ ഏരിയ നിർമ്മിച്ചുകൊണ്ടാണ് സൊലസ് 2007 നവംബർ 8 പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൻ്റെ തലേ ദിവസമാണ് പത്രസമ്മേളനത്തിൽ സൊലസിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയിച്ചത്. അങ്ങനെ 3 ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് അന്ന് പ്ലേ ഏരിയ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ ആരംഭിച്ചത്. 1 ലക്ഷത്തോളം രൂപയുടെ കളിപ്പാട്ടങ്ങളും 1 ലക്ഷം രൂപയുടെ ലൈബ്രറിയും ഒരു ടെറസിനെ ഒരു ഗാർഡനാക്കി മാറ്റി ഒരു പച്ചപ്പൊക്കെ വരുത്തിക്കൊണ്ടാണ് ആ പ്ലേ ഏരിയ ഉണ്ടാക്കിയത്. അത് അവിടെ അഡ്മിറ്റഡ് ആവുന്ന കുട്ടികൾക്കും ആ കുട്ടികളെ കൊണ്ട് അവിടെ ജീവിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാർക്കും അത്ര വലിയൊരു ആശ്വാസമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞ് ഒരു പനി വന്നാൽ പോലും ഓടിച്ചാടി നടക്കുന്നൊരു കുട്ടി ഒരു പനി വന്ന് തളർന്ന് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അടങ്ങി കിടക്കുമ്പോൾ അച്ഛനമ്മമാർ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നമുക്ക് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. പക്ഷേ ഈ കിടക്കുന്ന കുട്ടികൾ മാരക രോഗം വന്ന് നാളെ ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്ത കുട്ടികളായാൽ എന്തുമാത്രം അച്ഛനമ്മമാർ വേദനിക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് ആലോചിച്ചാൽ പറ്റും. അപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയോ എല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, അവർ ഉള്ള സമയത്ത് അവർ സന്തോഷമായി കഴിച്ചു കൂട്ടുന്നു എന്നുള്ളൊരു പർപ്പസായിരുന്നു നമ്മളത് അവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ ലക്ഷ്യം വളരെ ഭംഗിയായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ പുതിയ ഓരോ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയത്. ഈ 6 കൊല്ലം കൊണ്ട് നമ്മൾ 350 കുട്ടികളുടെ രോഗ പരിചരണത്തിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞു ഇതിനകം.
അതിൽ ഒരു 150ഓളം കുട്ടികൾക്ക് നമ്മൾ നിരന്തരം എല്ലാ മാസവും സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പല കുട്ടികൾക്കും അങ്ങനെ സഹായം ആവശ്യമുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ക്യാൻസർ വന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് അവർക്ക് നമ്മൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനെ നമുക്ക് ചിലപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റും. ബട്ട് അതുപോലെ തന്നെയുള്ള വേറെ അസുഖങ്ങൾ, ഇപ്പോൾ തലസേമിയ, ലിവർ ഫങ്ഷനിങ് ഇല്ലാതിരിക്കുന്ന ഒരു അസുഖമാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ നീണ്ട കാലം ഒരു 10-15 കൊല്ലം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകൾ കൊടുത്താലാണ് ആ കുട്ടിയുടെ ബോഡിയിലത്തെ അയൺ കണ്ടന്റിനെ കുറയ്ക്കാനും ബ്ലഡിലെ അയൺ കണ്ടന്റിനെ കുറയ്ക്കാനും ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താനും പറ്റുള്ളൂ. അത് ഈ അച്ഛനമ്മമാർ ഇങ്ങനെയൊരു മരുന്നുണ്ട് എന്ന് അറിയുകയും അത് കൊടുക്കാൻ പറ്റാതെ വേദനിക്കുകയും ചെയ്യുന്ന അച്ഛനമ്മമാർക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു താങ്ങ് തന്നെയാണ്. അങ്ങനെ നമ്മൾ പല പല അസുഖങ്ങൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നിന് തന്നെ ഒരു മാസം 3 ലക്ഷത്തോളം രൂപ ഇപ്പോൾ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സോഷ്യൽ ഇഷ്യൂസ്, മറ്റു കുട്ടിയുടെ പഠിത്തം മുടങ്ങിയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ അവരുടെ വീടിനെ ചോർന്നൊലിക്കുന്നുണ്ടാവാം. ഒരു വീടൊന്നും പണിത് കൊടുക്കാൻ പറ്റിയെങ്കിലും ആ ചോർച്ച മാറ്റാൻ ഒരു ശ്രമം നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയും ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ഈ തലസേമിയൊക്കെയുള്ള കുട്ടികൾക്ക് നിരന്തരം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ഒക്കെ ആയിട്ട് അവർ അലച്ചിൽ തന്നെയായിരിക്കും. ക്യാൻസർ വന്നിട്ടുള്ള കുട്ടികളാണെങ്കിലും നെഫ്രോട്ടിക് സിൻഡ്രോം, കിഡ്നി ഫെയിലിയറിന് ഈക്വലൻ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നിരന്തരം ഈ അച്ഛനമ്മമാർ ആശുപത്രി തോറും കയറി ഇറങ്ങുന്നതിനിടയിൽ അവർക്കൊരു ജോലിക്ക് പോലും കൃത്യമായി പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അങ്ങനെയുള്ള പല വീടുകളിലും അരിയും ഭക്ഷണവും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ റൈസ് കിറ്റ്, ധാന്യങ്ങൾ അടങ്ങുന്ന റൈസ് കിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് വേണ്ട സോഷ്യൽ പ്രശ്നങ്ങൾ അത് ഇടപെടാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഒരു മരുന്ന് കൊടുക്കൽ അല്ലെങ്കിൽ മരുന്നിനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രോഗിയെയും കുടുംബത്തെയും ഏറ്റവും അടുത്തറിയണം. അടുത്തറിഞ്ഞ് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് അടുത്തറിയാൻ നമ്മൾ അവരുടെ വീട്ടിൽ തന്നെ പോകണം. അവരെവിടെയുണ്ടോ അവിടെ തന്നെ വെച്ച് നമ്മൾ അവരെ മീറ്റ് ചെയ്യണം. എന്നിട്ടാണ് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ പോകുന്ന ഒരാൾ അവരോട് അത്ര താതാത്മ്യം പ്രാപിക്കുന്ന ആളാവണം, അവരിൽ ഒരാളായി മാറണം. അങ്ങനെ നമ്മൾ അവരുമായിട്ടൊരു ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായാൽ മാത്രമാണ് അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലാണ് നമുക്ക് ആ പ്രശ്നങ്ങൾക്ക് ഒരു നിവാരണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സോഷ്യൽ സപ്പോർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന രീതിയിൽ തന്നെ, ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൊലസിലെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് കൊച്ചി സൊലസ് എന്നുള്ളതിന് വളരെ ചുരുങ്ങിയ വാക്കിൽ 3 കാരണങ്ങൾ പറയാൻ പറ്റും. ഒന്ന്, നമ്മൾക്ക് ഇപ്പോൾ ഇതുവരെയായിട്ടും ഒരു 10-15 കുട്ടികൾ എറണാകുളം ഭാഗത്തു നിന്ന് നമ്മളുടെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തൃശ്ശൂരിൽ നിന്നും വന്ന് അവരെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ഈ 350ഓളം കുട്ടികൾ തൃശ്ശൂരിലെ സൊലസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു വെച്ചാൽ എറണാകുളത്ത് കുട്ടികൾക്ക് അസുഖമില്ല എന്നൊരു നിഗമനത്തിൽ എത്താനും നമുക്ക് പറ്റില്ല. ഇവിടെയും അസുഖമുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് തൃശ്ശൂരിൽ എത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ടായിരിക്കാം, അവർ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് നമ്മളുടെ അവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത്. അത് രണ്ടാമത്തെ കാരണമാണ്. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഈ സൊലസ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ അറ്റുപോയ ഒരു പാരസ്പര്യമോ അല്ലെങ്കിൽ പരസ്പരാശ്രിതത്വമോ ആ ഒരു സ്നേഹത്തിൻ്റെ കണ്ണിയോ ചേർക്കുക എന്നുള്ളത് തന്നെയാണ് സൊലസിൻ്റെ വിഷൻ. അപ്പോൾ അതുകൊണ്ട് എറണാകുളത്തുള്ള പ്രശ്നങ്ങളെ ഇവിടുത്തെ തന്നെ നല്ല മനുഷ്യരുടെ അവരാൽ തന്നെ പരിഹാരം കണ്ടെത്തേണ്ടതാണ് എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് സൊലസ് കൊച്ചിയിലെ ഈ സാറ്റലൈറ്റ് സെൻറ്റർ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. തൃശ്ശൂരിലുള്ള സൊലസിനെ പോലെ തന്നെ അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു സൊലസിൻ്റെ യൂണിറ്റ് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നമുക്ക് പണം തൃശ്ശൂരിൽ നിന്നും ഇങ്ങോട്ട് കൊടുത്തയച്ചതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനം ഒരിക്കലും പൂർണ്ണമാവില്ല. അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള നല്ല മനസ്സുള്ള ആളുകൾ ഉണ്ടാവണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന മനസ്സാന്നിധ്യമുള്ള, മനസ്സിന് അതിനുള്ള അർപ്പിക്കാൻ പറ്റുന്ന, സ്വന്തം ജീവിതത്തിലെ മറ്റ് മറ്റ് സ്വന്തം വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങളോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നവും എൻ്റെ മുൻഗണനയിൽ വരണം, അതും എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്ന ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതിനെ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ ദിവാരൻ ആശങ്കപ്പെടുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നത് തൃശ്ശൂരത്തെ യൂണിറ്റിനേക്കാൾ നല്ലൊരു യൂണിറ്റായി വരും എറണാകുളത്ത് എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു ഇവിടെ ഇത്ര പ്രാവശ്യം ഞാൻ വന്ന് ഇവിടെ ആളുകളെയൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വിശ്വാസമാണ്. അത് ഇന്നൊക്കെ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ആ വിശ്വാസം മനസ്സിനെ ഊട്ടിയുറപ്പിക്കുകയാണ്.
ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്കിവിടെ സ്വാഗതം പറയേണ്ട ചില വ്യക്തികളുണ്ട്. അവരൊക്കെ എനിക്ക് എൻ്റെ അച്ഛനെ പോലെ തന്നെ എൻ്റെ വാപ്പാടെ പിതൃതുല്യരായിട്ടുള്ള ആളുകളാണ്. അവർ എനിക്ക് ഒട്ടും പുറമേയുള്ള ആളുകളല്ല. പക്ഷേ ഔപചാരികതയുടെ പേരിൽ എൻ്റെ ഒരു കർത്തവ്യമായതുകൊണ്ട് മാത്രം ഞാൻ അവർക്ക് പ്രത്യേകമായി സ്വാഗതം പറയുകയാണ്. ആദ്യമായി ഞാൻ സ്വാഗതം പറയേണ്ടത് കേരളത്തിലെ പ്രശസ്ത ചിത്രകാരനും ചിന്തകനും വാഗ്മിയുമൊക്കെ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന, ഞാൻ ഒരിക്കലും പരിചയപ്പെടുത്തേണ്ടതല്ലാത്ത ശ്രീ എം വി ദേവനെയാണ്. അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കരുത്തുള്ള വാക്കുകൊണ്ട് നിരന്തരം സ്വന്തം സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നും സ്വലസിൻ്റെ ഒപ്പം സ്വലസിന് അനുഗ്രഹാശിസുകളുമായി ഒപ്പം നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് എൻ്റെ സ്വന്തം പേരിലും സ്വലസിൻ്റെ പേരിലും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് സ്വാഗതം പറയേണ്ടത്, ഇവരൊക്കെ എനിക്ക് പിതൃതുല്യരാണ്. ഇനി ഞാനത് എടുത്തെടുത്ത് പറയുന്നില്ല. പ്രൊഫസർ എം കെ സാനു ആണ്. സാനുമാഷ് സ്വലസിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറും കൂടിയാണ്. അദ്ദേഹത്തിനെ ഇന്ന് നമ്മൾ ആ അഡ്വൈസറി ബോർഡിൽ നിന്നും പുറത്ത് കൊണ്ടുവന്ന് സ്വലസ് കൊച്ചിയുടെ പേട്രനാക്കി നമ്മൾ നിയമിച്ചു കഴിഞ്ഞു. അദ്ദേഹവും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുമാണ് സ്വലസിൻ്റെ ഇവിടുത്തെ സ്വലസ് കൊച്ചിയുടെ പേട്രനായിട്ട് അദ്ദേഹം സന്തോഷത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും, അല്ലെങ്കിലും നമ്മളുടെ അഡ്വൈസറി ബോർഡ് മെമ്പറായിരുന്നു അദ്ദേഹത്തെ പറയേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിൽ ഏറ്റവും തൻ്റെ നിരൂപണ സാഹിത്യം കൊണ്ടും തൻ്റെ വിലപ്പെട്ട എഴുത്തുകൾ കൊണ്ടും അത്രയധികം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ സ്വന്തം പേരിലും സ്വലസിൻ്റെ പേരിലും ഞാൻ സ്വാഗതം പറയും. അതേപോലെ തന്നെയാണ് എനിക്ക് പ്രൊഫസർ എം തോമസ് മാത്യു. അദ്ദേഹം സ്വലസിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. ഇനിയും അഡ്വൈസറി ബോർഡ് മെമ്പറായി തന്നെ നിലനിൽക്കും. ഞാൻ സാധാരണഗതിയിൽ ഈ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സിനെ ഒന്നും പല സമയങ്ങളിലും നമ്മൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ ചില കൺഫ്യൂഷനിൽ പെടാറുണ്ട്. അപ്പം ഞാൻ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പ്രൊഫസർ എം തോമസ് മാത്യു. ഞാൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണെന്ന് അഡ്വൈസറി ബോർഡ് മെമ്പറുടെ ഒരു കരുത്തുള്ള നമ്മൾക്ക് ഒരു മാർഗനിർദ്ദേശം നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അവർ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ വിളിച്ച് എന്തെങ്കിലും സംശയ നിവാരണം വരുത്താത്തൊരു സമയമില്ല. അദ്ദേഹം എന്നും നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം കേരളത്തിലെ അത്രയും പ്രശസ്തനായുള്ള വിമർശകനാണ്, വലിയ എഴുത്തുകാരനാണ്. അതിനേക്കാൾ ഉപരി ഇവരൊക്കെ തൻ്റെ അധ്യാപക വൃത്തി കൊണ്ട് അനേകായിരം ശിഷ്യന്മാരെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിനെയും ഞാൻ സ്വലസിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ സി കെ രാമചന്ദ്രൻ സർ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. പക്ഷേ ഇവരിൽ കൂടെ എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ എറണാകുളത്തുകാർക്കും കേരളക്കാർക്കും അദ്ദേഹത്തെ തീർച്ചയായിട്ടും അദ്ദേഹം സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 തരം ഡോക്ടറിയിലും, ആയുർവേദമാണെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രമാണെങ്കിലും അദ്ദേഹം ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ്. ഞാൻ തന്നെ എൻ്റെ മകളുടെ കാര്യത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് സംശയം അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരിട്ട് വന്നിട്ടില്ലെങ്കിലും അവളുടെ റിപ്പോർട്ടുകൾ പലപ്പോഴും അവിടെ എത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഞങ്ങളുടെ തന്നെ സ്വലസിൻ്റെ പ്രസിഡൻ്റാണ് ഡോക്ടർ ഇ ദിവാകരൻ. അദ്ദേഹം എടശ്ശേരിയുടെ മകനും കൂടിയാണ്. നിങ്ങൾക്ക് എറണാകുളത്തുകാർക്ക് അത്ര അറിയില്ലെങ്കിൽ പറയാൻ ഞാൻ. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ സ്വലസ് ഉണ്ടാവുമായിരുന്നില്ല. സ്വലസ് രൂപീകരിക്കണമെന്ന എൻ്റെ ചിന്തയ്ക്ക് തീർച്ചയായിട്ടും സാർ ഒപ്പം നിന്നില്ലെങ്കിൽ അത് ഒരിക്കലും പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹം എന്നും നമുക്കൊപ്പമുള്ള ആളാണ്. അദ്ദേഹത്തെ വെറും ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹം നമ്മളുടെ തന്നെ വഴികാട്ടിയാണ്. എല്ലാ സമയത്തും എപ്പോഴും മാർഗനിർദ്ദേശിയായിട്ടുള്ള ഡോക്ടർ ഇ ദിവാകരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി നമുക്ക് അറിയാം, മിനിഞ്ഞാന്ന് ഞങ്ങളിവിടെ വന്ന് പത്രസമ്മേളനം നടത്തിയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഉപരിയായി മീഡിയ നമുക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. കൃത്യമായിട്ട് എല്ലാ പത്രങ്ങളിലും അതിനെക്കുറിച്ചുള്ള നന്നായിട്ട് സ്വലസിൻ്റെ സാന്നിധ്യം ഇവിടെ കൂടി കൊച്ചിയിൽ എന്ന് പറയുന്ന പോലെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. മീഡിയേൻ്റെ സഹായമില്ലാതെ തീർച്ചയായിട്ടും സ്വലസിനെ ഒരു വിത്ത് ഇവിടെ കൊണ്ടൊക്കെ കുഴിച്ചിട്ട് മുളപ്പിക്കൽ സാധ്യമല്ല എന്ന് എനിക്കറിയാം.
അത് 2 കാരണം കൊണ്ട് ആണ്. ഇവിടെ നമ്മൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അടുത്തേക്ക് എത്താനും നമ്മൾക്ക് അവരിനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയയുടെ സപ്പോർട്ട് നമ്മൾ അത്രയധികം ഞാൻ നമ്മളുടെ പത്രസമ്മേളനത്തിൽ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഏറെ അവർ നമ്മളെ നമുക്കൊപ്പം നിന്നിരുന്നു. അവരെയും ഇവിടെ എത്തിയിട്ടുള്ള മീഡിയ പ്രവർത്തകരെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും അവനവൻ്റെ വ്യക്തിത്വം കൊണ്ട് അറിയപ്പെടുന്നവരും നല്ല മനുഷ്യരുമാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തിന് വരില്ല എന്ന് എനിക്കറിയാം. എത്രയോ കാര്യങ്ങളുടെ പുറത്ത് ഇവിടെ ലുലു ഷോപ്പിംഗ് മാളിൽ ഷോപ്പ് ചെയ്യാൻ പറ്റും, 100 സിനിമകൾ കളിക്കുന്നുണ്ട്, സിനിമയ്ക്ക് പോകാൻ പറ്റും. അതൊന്നും അല്ലാതെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളോട് മനസ്സെടുപ്പമുള്ളവരും അല്ലെങ്കിൽ അത്തരം മനസ്ഥിതി കൊണ്ടു നടക്കുന്നവരും തന്നെയായിരിക്കുമെന്ന് എനിക്കറിയാം. അവർ ഓരോരുത്തരും മഹത്വമുള്ളവരാണ്. അവരെയും സൊലസിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത് ഇവിടെ ജോർജ് സി കോശിയുണ്ട്, പിന്നെ നന്ദി പറയുന്ന കുമാരിയുണ്ട്, പലരും. എബി വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള പ്രതിനിധിയാണ് എബി, ശ്രീനിവാസൻ, മധു, അങ്ങനെ പലരും ഇവിടെയുണ്ട്. അവരോടൊക്കെ എല്ലാവരോടും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.